ഇപ്പൊ UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നാഷണൽ ഹൈവേ വന്നപ്പോ അത് ഞങ്ങളുടെ കുട്ടിയാണ്, അങ്ങനെയാ പറഞ്ഞത് അല്ലേ? നമ്മൾ കേട്ടല്ലോ. ഞങ്ങൾ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവര് പിന്നെ നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു ഈ 2016 ആ സമയത്ത്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് 2011 മുതൽ 16 വരെ ആ സമയത്ത് എക്സ്പ്രസ് ഹൈവേ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സംഭവം. അന്ന് 35 മീറ്റർ അല്ലെ, 35 മീറ്റർ വീതി മതി എന്നാ പറഞ്ഞിരുന്നത്. അതിന് പോലും കഴിയാതെ ആ നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുക്കാൻ വേണ്ടി അക്വിസിഷന് ഏർപ്പാടാക്കിയിട്ടുള്ള ഓഫീസ് താഴിട്ട് പൂട്ടിയിട്ട് പോയ ആളുകളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് അതിന്റെ ആളുകളെന്ന്. പക്ഷെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആർജവത്തോടു കൂടി ഒരു നിലപാടെടുത്തു. ഒരാൾക്ക് പോലും ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ സമരം നടത്തിയ ആളുകളാണ് നാഷണൽ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട്. അത് വരണ്ട എന്നുള്ള സമരം ആയിരുന്നില്ല. പാവപ്പെട്ട ആളുകൾക്ക് ഒന്നും നഷ്ടപ്പെടരുത്. ഈ ഗവൺമെന്റ് വന്നിട്ട് എന്താ ചെയ്തത്? ഈ ഗവൺമെന്റ് വന്ന് 5680 കോടി അല്ലേ രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ സ്ഥലമെടുപ്പിന് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും അധികം പണം നാഷണൽ ഹൈവേയുടെ അക്വിസിഷന് വേണ്ടി കൊടുത്തത്. അതുകൊണ്ട് എന്തായി? വളരെ മോശപ്പെട്ട വീടുകളൊക്കെ ഉള്ള ആളുകൾ, ഇപ്പോൾ ഓടിട്ട വീടുകളൊക്കെ ആണെങ്കിലും സ്ക്വയർ ഫീറ്റ് കുറെ ഉണ്ടാവും, 2000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. അതിന് സ്ക്വയർ ഫീറ്റിന് 4000 റുപ്യ വെച്ചിട്ടാണ് കിട്ടിയിരുന്നത്. ഒരു വീടുണ്ടാക്കാൻ തന്നെ നമുക്കറിയാലോ, 1000 സ്ക്വയർ ഫീറ്റ് വീടിന് ചിലപ്പോൾ ഒരു 20 ലക്ഷമാവും നമുക്ക് ചിലവ് വരിക. അതിന് 40 ലക്ഷം കൊടുത്തത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ വളരെ കൃത്യമായിട്ട് അതൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നാഷണൽ ഹൈവേ വന്നത്. ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ലായിരിക്കും. ഇപ്പോൾ നമ്മൾ ജീവിതാനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണത് എന്താ? ഇപ്പോൾ ചങ്ങരംകുളം വരെ അല്ലേ, ചങ്ങരംകുളം വരെയൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഇല്ലാണ്ടായാൽ പൊന്നാനി പോയിട്ട് വണ്ടി എടുത്ത് പോയിട്ട് ഗ്യാസ് കുറ്റി നിറച്ച് വരേണ്ട കാര്യമില്ല. നമ്മുടെ വീടിൻ്റെ പ്രദേശത്ത് കൂടി വെള്ളം പോകുന്ന പോലെ, വാട്ടർ പൈപ്പ് ലൈൻ പോകുന്ന പോലെ ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ വരിക. നമുക്കിഷ്ടമുള്ളപ്പോൾ ടാപ്പ് തുറന്നിട്ട് അതിൻ്റെ അധികൃതരോട് പറഞ്ഞ് ടാപ്പ് തുറന്നിട്ട് ഗ്യാസ് എടുക്കാം. ആ രൂപത്തിലേക്ക് വരുന്നൊരു സംവിധാനമാണ് ഗെയിൽ പൈപ്പ് ലൈൻ. അത് ആ ഒരു സമരം ഇടതുപക്ഷം വന്നപ്പോൾ ആ ഗെയിൽ പൈപ്പ് ലൈൻ ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് UDF പറഞ്ഞതാ, UDFന്റെ ഗവൺമെന്റ് ഉള്ള കാലത്ത്. പക്ഷെ LDF വന്നപ്പോൾ ആ നിലപാട് മാറ്റി ഞങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സമയത്ത് വലിയ പ്രതിഷേധങ്ങളാണ് നടന്നത്. ആ പ്രതിഷേധ സമരങ്ങളിലൊക്കെ തന്നെ ചില വർഗീയവാദികളൊക്കെ നുഴഞ്ഞു കയറി. നിങ്ങൾ നോക്കുക, ആ സമരത്തിൽ മുക്കമങ്ങാടിയിലൊക്കെ റോട്ടിൽ വെച്ചിട്ട് മുസല്ല വിരിച്ചിട്ട് റോട്ടിൽ നിന്ന് നമസ്കരിച്ച ആളുകളുണ്ട്. നമസ്കരിക്കേണ്ടതിന് പറയല്ല, പക്ഷെ അത് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് വലിയ പെരുന്നാളും വെള്ളിയാഴ്ച ഒരുമിച്ച് വന്നാൽ നിസ്കരിക്കാത്ത ആളുകളൊക്കെ മുസല്ല വിരിച്ചിട്ട് റോട്ടിൽ നിസ്കരിക്കായിരുന്നു. അങ്ങനെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിലുള്ള നീചമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറിയിട്ടും ഈ ഗവൺമെന്റ് ആർജവത്തോടു കൂടി നിലപാടെടുത്തു. ഗെയിൽ പൈപ്പ് ലൈൻ ഇവിടെ വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ BJPയുടെ നേതാവ് K. സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. K. സുരേന്ദ്രൻ പറഞ്ഞ് ഈ ഗെയിൽ പൈപ്പ് ലൈൻ ഇവിടെ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയെ ഞങ്ങൾ വിളിക്കും ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അവർ വിളിച്ചോന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് നിലപാട്.